പലപ്പോഴും പലരും പറയാറുണ്ട് എനിക്ക് പ്രഷർ വല്ലാണ്ട് കൂടിയിരിക്കണു. ചിലർ പറഞ്ഞു എനിക്ക് പ്രഷർ ലോ ആണ്. എന്താണ് ആക്ച്വലി ഈ ഹൈ പ്രഷർ, ലോ പ്രഷർ എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ പാഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രഷർ എഴുതുന്ന ഒരു വാല്യൂ 120 അല്ലെങ്കിൽ ഒരു 130/80 അല്ലെങ്കിൽ 86, 82 ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഹൃദയം വികസിച്ചിരിക്കുമ്പോൾ ഉള്ള പ്രഷറും അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുമ്പോഴും ഡയലേറ്റ് ചെയ്യുമ്പോഴും അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ഉള്ള പ്രഷേഴ്സ് ആണ്. അതിന് ഡയസ്റ്റോളിക് പ്രഷറും സിസ്റ്റോളിക് പ്രഷറും എന്ന് പറയും. 120/80 ഇതാണ് നമ്മൾ നോർമലി പറയുന്ന പ്രഷർ, BP നോർമൽ എന്ന് പറയുന്നത്. ഇതിൽ 80-ൽ നിന്ന് 82 ഡോക്ടർ പറഞ്ഞത് 80 ആണ്. അപ്പൊ 82 കൂടുതലാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. ഒരിക്കലും ഒരു 85 വരെയുള്ള വാല്യൂ പ്രായം കൂടുന്നതനുസരിച്ച് കൂടിയെന്നിരിക്കാം. പിന്നെ ആ വ്യക്തിയുടെ വർക്ക് പാറ്റേൺ, സ്ലീപ്പ് പാറ്റേൺ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. ആ 85 എന്നുള്ളൊരു BP-യിൽ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു ശാരീരിക അസ്വാസ്ഥ്യം ഒന്നും തോന്നുന്നില്ല എങ്കിൽ അത് നമ്മൾ കോസ് ഓഫ് കൺസേൺ ആക്കി എടുക്കേണ്ട ആവശ്യം പോലും പലപ്പോഴും വരാറില്ല. എന്നാൽ ഈ വാല്യൂ 90-ന് മേലെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ഹൈപ്പർ ടെൻഷനായിട്ട് തന്നെയാണ് കണക്കൂട്ടേണ്ടത്. അതുപോലെ തന്നെ 120 എന്ന് പറഞ്ഞു. ഈ 120 എന്ന വാല്യൂ 80-നേക്കാളും കുറച്ചുകൂടെ വേരിയബിൾ ആണ്, പെട്ടെന്ന് വേരി ചെയ്യാവുന്നതാണ്. ഒരു വ്യക്തി ഓടി വന്ന് BP നോക്കുകയാണ്, അല്ലെങ്കിൽ വല്ലാണ്ട് ടെൻഷൻ അടിച്ച് ഒരു പേടിക്കുന്ന ഒരു സംഭവം കണ്ടേച്ചും വന്ന് BP നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 120, 140 വരെ എത്തിന്നിരിക്കാം. എന്നാലും താഴത്തെ വാല്യൂ 80-നും 85-നും ഒക്കെ ഇടക്കാണെങ്കിൽ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ആ വ്യക്തി ഒന്ന് കുറച്ച് കാം ഡൗൺ ചെയ്ത് BP നോക്കുമ്പോഴത്തേക്ക് ആ വാല്യൂ വേരി ചെയ്യും, നോർമലി കുറയും. അപ്പം 120/80 എന്നുള്ളത് ആണ് നമ്മൾ പറയുന്ന നോർമൽ BP എങ്കിലും ഇതിൽ നിന്ന് ചെറിയ വ്യതിയാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ലക്ഷണങ്ങൾ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ കാര്യമാക്കേണ്ടതില്ല. എന്നാൽ വലിയ വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്ത് ഹൈപ്പർ ടെൻഷൻ ആണോ എന്ന് പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടേഷനിലൂടെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്.